ആദ്യം എവിടേക്കാ പോണേ? അന്നാരക്കൊന്നല്ല, ഞങ്ങളൊരു സാധനം എടുക്കാൻ പോവാണ്ട. അല്ലെങ്കിൽ ഇപ്പൊ അച്ഛൻ ഇയമ്മയുടെ അടുത്ത് നിന്നോ? പോവാണ്ട് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട്. അപ്പൊ ഞങ്ങൾ പോവാട്ട. എവിടെയാണ്? ഡീസൽ ക്യാന് പറഞ്ഞപ്പോഴേ വണ്ടി വന്ന്. അതാ ഗ്യാസിന്റെ മേലതാ. നീ കേറിക്കായില്ലേ? ഞങ്ങൾ പോയിട്ട് വരട്ടമ്മ. നമ്മള് വേറൊരു സാധനം വാങ്ങാൻ വേണ്ടി പോലെ എന്നാല് എന്നായിക്കോട്ടെ. ക്യാനോ ഡീസൽ ക്യാൻ അവിടെ നോട്ടാ. എന്നായിക്കോട്ടെ. അപ്പൊ ഞങ്ങൾ പോവാട്ടെ. ഞങ്ങൾ നേരെ ഇന്ന് ഓട്ടോറിക്ഷയാണ് എടുക്കേണ്ടത്. അപ്പൊ ആയിട്ട് പോവാം. മുന്നേ എടരിക്കോട് കഴിഞ്ഞ പാടത്തിന് ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ഷോപ്പുണ്ട്. പഴയ കാലത്തൊരു പൂള ചുക്ക എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു കടയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളതിൽ കയറിയിട്ടൊന്നുമില്ല. ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണുന്നതാണ് കേട്ടോ ആ ഷോപ്പ്. ഈ നേരമായി കഴിഞ്ഞാൽ രാത്രിയൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാട്ടോ. അത്യാവശ്യം കുട്ടികൾ ആളുകളൊക്കെ ഉണ്ടാവും കേട്ടോ. എത്ര 40 രൂപയാണ് തോന്നുന്നത് ഒരു പ്ലേറ്റിന് വരുന്നത്. നമ്മൾ ചിക്കനൊക്കെ ഡ്രൈ ആക്കിയിട്ട് പൂളയിൽ നല്ല കുഴമ്പുമാരി നല്ല സെറ്റായിട്ട് ഒരുപാട് ആളുകൾ കഴിക്കാനുണ്ടാവും കേട്ടോ. ദിനം പ്രതി ഒരുപാട് ആളുകൾ വരുന്നതാണ്. 1-2 ആളൊന്നുമില്ല. ഞാൻ പോണ സമയങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടാകണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരു ആൾക്ക് ഇഷ്ടപ്പെടും. കാരണം അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ തന്നെ കേട്ടോ. അത് ഒരു ഉപ്പിലിട്ട ഫ്ലേവർ അതിൻ്റെ ടോപ്പിൽ ഒരു ഒഴിച്ചേരൊക്കെ തരും കേട്ടോ. ബീട്രൂട്ടിൻ്റെ ഒക്കെ ഒരു കളറൊക്കെ ആയിട്ടുള്ളൊരു മസാലയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒഴിച്ചേരും കേട്ടോ. അങ്ങനെ നമ്മൾ നന്ദലത്തിൻ്റെ ഫ്രണ്ടേജ് എത്തിയിട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒന്നാമത് ഓണവും കാര്യങ്ങളൊക്കെ പ്രമാണിച്ച് ഒന്നും കൂടി ഒരു വിപുലീകരിച്ചിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ ഷോർ കളക്ഷനും കാര്യങ്ങളും മൊത്തത്തിൽ ഒന്നുകൂടി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പഴയതിനേക്കാൾ ഒന്നുകൂടി ബെറ്റർ ആക്കിയിട്ടുണ്ട്. ഷോപ്പിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തൊക്കെ നല്ല അൾട്രേഷനൊക്കെ ഒന്ന് വൃത്തിയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളവിടെ എത്തിയപ്പോൾ നമ്മളെന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ടോപ്പ് 2ാം നിലയിൽ കേട്ടോ നമുക്ക് ആവശ്യമുള്ള സാധനം ഉള്ളത്. കാരണം നമ്മൾ കുറേ അയക്കുന്നത് നമ്മളെ വീട്ടിൽ ഇതേമാതിരി ഇങ്ങനെ ഓരോന്ന് വാങ്ങണം എന്ന് വിചാരിച്ച് നടക്കൽ തുടങ്ങിയിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ വാങ്ങണമെന്ന് വിചാരിച്ച സമയത്തൊന്നും നമുക്ക് അതിന് തിരിയാനൊന്നും കഴിയില്ല, നേരം ഉണ്ടാവില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. കൂടുതൽ നമ്മൾ തരുന്നുണ്ട്. കാരണം ഇപ്പോൾ അത് പഴയ പോലെയൊന്നുമല്ല. എല്ലാവർക്കും EMI കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്ത് നമ്മൾ ഓൾറെഡി നമുക്കെന്താ വെച്ചാൽ EMI നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വേറെ 1-2 ഐറ്റംസൊക്കെ നമ്മൾ ഇതിൽ തന്നെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ചെയ്യാൻ വലിയൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യമോനാണെങ്കിൽ അവിടെ അലഞ്ഞ് നടക്കുക കേട്ടോ. കാരണം അതെടുത്തിട്ടും വലിച്ചിട്ടിട്ടും കയറ്റി വെച്ചിട്ടും നന്നാക്കിയിട്ടൊക്കെ ആയിട്ട് ഒരുപാട് അങ്ങനെ അലഞ്ഞ് നടക്കുക കേട്ടോ ആൾ. കാരണം നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് വേണ്ട സാധനം അപ്പോൾ നമ്മളൊരു മിക്സിയാണ് തിരഞ്ഞത്. അപ്പോൾ സുജാത കമ്പനി മാത്രം അതിക്കോട്ട് വെച്ചിട്ടാണ് ഞങ്ങളവിടെ തിരഞ്ഞു കിട്ടുക. അപ്പോൾ ഞങ്ങളെ മിക്സി വാങ്ങാൻ വന്നാട്ടോ. ഞങ്ങളിത് സുജാതൻ്റെ ഈ ഒരു മിക്സി കുറേ വീട്ടിലത്തെ മിക്സി ഏതാണ്ടൊക്കെ കഴിഞ്ഞു തുടങ്ങിക്കണം കേട്ടോ. അതിന് വന്നാട്ടോ. ഗോപാലൻ ഇവിടെ ഓടി നടക്കാട്ടാ. നമ്മളെടുക്കുന്ന മിക്സി ഓൾറെഡി 3 ടൈപ്പ് ജാറ് വരുന്നുണ്ട് കേട്ടോ. മറ്റേ ജ്യൂസ് ടൈപ്പ് ജാറ് വരുന്നുണ്ട്, പിന്നെ സ്റ്റീൽ ജാറ് വരുന്നുണ്ട്, പിന്നെ വേറെ ഏതൊരു ടൈപ്പും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ നമുക്ക് ഉദ്ദേശിച്ചത് നമ്മൾ സ്റ്റീലിൻ്റെ ജാറാട്ടോ വീട്ടിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മളത് എടുത്തിട്ടോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. കാരണം എന്താ വെച്ചാൽ നമുക്കത് കുറേ ആയിരിക്കുന്നു വീട്ടിൽ ഇങ്ങനെ ഒരു മിക്സി ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഇവർ അടുക്കളയിൽ നിൽക്കുന്ന ആളുകൾക്ക് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. അപ്പോൾ അവർ ഒന്നരാടം അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ശരി, അപ്പോൾ അത് ക്ലിയർ ചെയ്യാതെ വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ വന്നത്. അവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുവിധം സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് റേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ
നമ്മളപേക്ഷിച്ച് ആദ്യം നമ്മൾ ഉദ്ദേശിച്ചതോടെ കുറവ് തന്നെ ആയിരിക്കും എന്നുള്ളൊരു കണക്കൂട്ടലായാലും നമ്മളെ കയ്യിലുണ്ടായിരുന്നത്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഉദ്ദേശമായിരുന്നില്ല കേട്ടോ. നമുക്ക് എന്താ വെച്ചാൽ എടുക്കേണ്ട സാധനം അവിടെ സെറ്റ് കഴിഞ്ഞു. പിന്നെ അതായത് ഗോഡൗണിൽ പോയിട്ട് ബില്ലൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് തരണം. ആ സമയം കൂടി ഞാൻ എൻ്റെ ബജാജിൻ്റെ കാർഡും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് EMI ഒക്കെ സെറ്റ് ചെയ്തു. അങ്ങനെ ഇരിക്കുമല്ലോ ഒരു കൂപ്പൺ തന്നിട്ടോ, കാറും കാര്യങ്ങളും എന്തൊക്കെയാണ് കിട്ടുന്ന ഒരു പേരാ. ഞാൻ എൻ്റെ പേര് ഇതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും നമ്പറൊക്കെ എഴുതിയിട്ടിട്ട് നമ്മൾ ആ പെട്ടിയിലിട്ടു കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് കിട്ടുന്നൊന്നല്ലേ എവിടെ കിട്ടണത്. നമ്മൾ കാലാകാലം ലോട്ടറി എടുത്തിട്ട് ഇത്രയും കാലം ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല കേട്ടോ. കിട്ടി പോയാൽ പോയി അത്രയേ ഉള്ളൂ കേട്ടോ. കിട്ടിയതിൻ്റെ ആദ്യം മോനൊക്കെ ഒരു സെറ്റായല്ലോ എന്നുള്ള നിലയ്ക്ക് അവിടെ ഞാനതിൽ ചിന്തിക്കാണ്ട് അതിൻ്റെ ഒരു കാർഡ് കയ്യിലും വെച്ചിട്ട് ബാക്കിയുള്ളത് അതിലിട്ടോ. അപ്പോൾ നമുക്കെന്താ വെച്ചാൽ നമ്മൾ ഇതേമാതിരി ഓരോരോ കാര്യങ്ങളും ഇതൊന്നുമില്ല, ഇതേമാതിരി എല്ലായിടത്തും പമ്പൊന്നും ഇതേമാതിരി കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതിൽ എഴുതിയിട്ടുള്ളത് 5 കാറും ഒരു ബെൻസൊക്കെ കേട്ടോ. അങ്ങനെ നമ്മളെ സാധനമൊക്കെ വാങ്ങി നമ്മളെ വണ്ടി പുറത്തുണ്ട്, വണ്ടിയുടെ കട്ടച്ച് നിർത്തിയെന്ന് കേട്ടോ അപ്പോൾ അയാൾ ഇതേമാതിരി സാധനമൊക്കെ കൊണ്ടു തന്നിട്ട് നമ്മളെ കയ്യിൽ. അപ്പോൾ 3 കുട്ടികളവിടെ വന്നുങ്ങാണ്ട്, അല്ല 2 ചെറിയ കുട്ടികളുണ്ട്. ഒരു കുട്ടി ഉണ്ടായിരുന്നു ആദ്യം, അത് അപ്പുറത്തേക്ക് പോയി വണ്ടിയിൽ. പിന്നെ 2 കുട്ടികൾ എന്നിട്ട് അവർ വീഡിയോൻ്റെ മുന്നത്തിലെ കൈയൊക്കെ കാണിച്ച് ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് കണ്ടു കേട്ടോ. അവർക്ക് കണ്ട് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ കുറേ ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോവാട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ എന്ത് ചെയ്തു, വേറൊരു സ്ഥലം ഞങ്ങൾക്കൊരു സാധനം കൂടി വാങ്ങേണ്ടത്, കൂടെ തന്നെ ഒരു പാത്ര സ്റ്റാൻഡ് വാങ്ങുന്നുണ്ടേന് കേട്ടോ. അപ്പോൾ അതിനെ വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ വേറൊരു കാർ അവിടെ ഓൾറെഡി ബ്ലോക്ക് ചെയ്ത് പോകാൻ പറ്റാത്ത കോലത്തിൽ നിൽക്കുക കേട്ടോ. അപ്പോൾ ഒന്നിനും പറ്റില്ല. ആ വണ്ടി അവിടെ നിൽക്കുമ്പോൾ പിന്നെ നമുക്ക് എന്തായാലും പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് കഴിയില്ല കേട്ടോ. അപ്പോൾ അതിലിടയ്ക്ക് അവിടുത്തെ ആൾ വന്നിട്ട് അവരെ മാറ്റി തരാമെന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, എൻ്റെ ലോറി ഇപ്പോൾ ഒന്നാമത് നാട്ടിൽ നിന്ന് തന്നെ കല്ലെടുക്കുന്നതായതുകൊണ്ട് പമ്പിക്കൊന്നും കൊണ്ടുകൊണ്ട് ആവശ്യമൊന്നും വില വരില്ല. ഒക്കെ ലോക്കൽ തന്നെ വെക്കുന്നുണ്ട്, പരിസരത്ത് തന്നെ വെക്കുന്നുണ്ട്. അങ്ങനെ 2000 രൂപയ്ക്ക് ഡീസൽ അടിച്ചു ലോറിയിൽ ഒഴിക്കാൻ വെച്ചിട്ടാണ്. അത് നമുക്ക് വീടിൻ്റെ പരിസരത്ത് തന്നെയാണ് കൂടുതൽ ഓർഡറുകൾ ഉണ്ടാവില്ല കേട്ടോ. ലോങ് മെയിൻ റോട്ടിലേക്കൊന്നും പോകേണ്ട ഒരു ആവശ്യം വല്ലാതെ വരലില്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ. കഴിഞ്ഞു തുടങ്ങിയിരിക്കണ ഈ ആഴ്ചയും കൂടിയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ ഈ കൂടുതൽ. അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും അവിടുന്ന് പോകുന്നതിന് ശേഷം നേരെ വളപ്പിലെത്തിയിട്ട്, വളപ്പിൽ ഹോം സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, ഷോപ്പുണ്ട്, കുറച്ച് അപ്പുറത്ത് തന്നെയാണ്. പക്ഷെ അവിടെ ചെന്നിട്ട് നമ്മൾ ഇതേമാതിരി പാത്ര സ്റ്റാൻഡ് വാങ്ങിയിട്ട്, ഇതേമാതിരി പാത്രമൊക്കെ തൂക്കുന്ന സ്റ്റാൻഡ് സ്റ്റീലിൻ്റെ അത് വാങ്ങിയതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വാങ്ങിയതിൻ്റെ മിക്സിൻ്റെ റേറ്റ് അവിടെ ചെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് നിലവിൽ 7300 പറഞ്ഞ മിക്സിക്ക് ഇവിടെ ചെന്നപ്പോൾ 6300 കേട്ടോ. അപ്പോൾ 1000 രൂപയോളം നമ്മളെ ചവിട്ടിന്ന് അർത്ഥം. അപ്പോൾ നന്ദലത്തിൽ പോകണവരൊന്ന് ചവിട്ടിയിട്ട് മറ്റോടത്ത് അപ്പുറത്തൊക്കെ ഒന്ന് പോകണമെന്ന് പോയൊക്കെ നല്ല കേട്ടോ. കാരണം നല്ല റേറ്റ് മാറ്റം വരുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഉദ്ദേശിച്ചത് നമ്മൾ എടുത്തോടത്താണ് കമ്മി ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു നന്ദലത്തിൽ. പക്ഷേ അതിൻ്റെ അപ്പുറത്തെ വീട്ടിൽ ചോദിച്ചപ്പോൾ ഒരു 700 റുപ്യേൻ്റെ മാറ്റം കേട്ടോ അവർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഏതായാലും നോക്കണം, നമ്മളെ വീട്ടിലത്തെ പാത്രപ്പാനിൻ്റെ സ്ഥിതി ഇതാണിപ്പോൾ. കാരണം അത്രയും ഒടിഞ്ഞ് തൂങ്ങി ആകെ വീഴാൻ 2 ഒന്ന് സ്റ്റീലിൻ്റെ ഒന്ന് ഫൈബറിൻ്റെ വേണ്ടുണ്ടേന് കേട്ടോ. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഇനി പുതിയത് വയ്ക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടികളാട്ടോ. കാരണം എന്താ വെച്ചാൽ മിക്സി ഏതായാലും സെറ്റ് ആയതുകൊണ്ട് ഇനി കാലാകാലത്ത് അതായിരിക്കണം കേട്ടോ. നമ്മളെ പഴയ മിക്സി പ്രീത്തിൻ്റെ ഒക്കെയാണ്. പക്ഷെ അത് പോരട്ടോ, ആകെ നടുവൊടിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അരയണോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അതിൻ്റെ ബില്ലും കാര്യങ്ങളും അതിൻ്റെ കുറേ ബോക്സ് പൊട്ടിച്ചപ്പോൾ ഒരുപാട് സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. നമ്മൾ ജ്യൂസിനുള്ള പറ്റിയ സാധനങ്ങൾ, അങ്ങനത്തെ കുറേ ഐറ്റംസ്, വാറൻറ്റി കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാകുമ്പോൾ 2 വർഷം വാറൻറ്റി ഒക്കെ ഉണ്ടായിട്ടോ. അതിൻ്റെ കാർഡാണിത്. പിന്നെ അതിൻ്റെ ഒരു ബ്ലേഡ്, അഡീഷണൽ ആയിട്ടൊരു ബ്ലേഡും തന്നിട്ടുണ്ട് കേട്ടോ അവർ. പിന്നെ 3 ജാറായിട്ടുള്ളത്, ചെറുത് വലുതൊക്കെ കൂടി ആയിട്ട് 3 ജാർ. ആ ഗ്യാപ്പിൽ അമ്മയോടെ ഞങ്ങൾ വന്നപ്പോൾ അമ്മയോട് നമ്മളെ നാടൻ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന ചീര ഉണ്ടല്ലോ, അപ്പോൾ അത് തോരൻ വയ്ക്കാനുള്ള അതിൻ്റെ പരിപാടി കേട്ടോ. ചീര ഉപ്പേരി ഉണ്ടാക്കലുണ്ട്. അപ്പോൾ നമ്മളെ മിക്സി പുറത്ത് കഴിഞ്ഞെടുത്ത് സുജാത പേരൊക്കെ ഉണ്ടാക്കി നല്ല രസമുണ്ട് കേട്ടോ. ഉപയോഗിക്കാനൊക്കെ നല്ല രസം. കാരണം നമ്മൾ ഈ പഴയത് മാത്രം ഉപയോഗിച്ച് ശീലമായതുകൊണ്ട് നമുക്കിതൊരു പുതിയത് കാണുമ്പോൾ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് നമുക്കത് രസമായിട്ട് തോന്നുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മിക്സി കേട്ടോ. നമ്മൾ വീട്ടാവശ്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഏതായാലും പോണവരെന്ത് ചെയ്യുക, തൊട്ടപ്പുറത്തെ കടയിലും ഒന്ന് വില ചോദിച്ചിട്ടൊക്കെ ഒന്ന് പോകട്ടെ. കാരണം എന്താ വെച്ചാൽ നമുക്ക് പറ്റിയ മറ്റുള്ള ഒരാൾക്കും പറ്റരുത്. ഇപ്പം നമ്മളൊരു 700 റുപ്യ ഏറെ പോയി. അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ പുതിയ മിക്സി ഏതായാലും വാങ്ങിയില്ല കൂട്ടത്തിൽ. അപ്പോൾ ആദ്യമോ പറഞ്ഞ് എന്തെങ്കിലും പപ്പ ജ്യൂസ് അടിക്കണം തന്നെ. അങ്ങനെ എന്ത് ചെയ്തു, ആദ്യമോ തന്നെ ഓറഞ്ച് അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ട് എൻ്റെ നേരേക്ക് കാട്ടിയിട്ട്. അപ്പോൾ ഒന്നും നോക്കിയില്ല. ഞങ്ങൾ എന്ത് ചെയ്തു, ഫ്രിഡ്ജിൽ തണുത്ത വെള്ളമുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇനി ഒരു ഓറഞ്ച് ജ്യൂസ് ഏതെങ്കിലും അടിച്ചേക്കാം. നമ്മളെ മിക്സിയിലൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അത് 10 അടിച്ചിട്ട് അരിച്ച് മാനം കിടുമ്പോൾ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിലൊന്നും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് വേരിടില്ല കേട്ടോ. അപ്പോൾ ആദ്യമോ അതിൻ്റെ ഉള്ളിൽ ഒരു കത്തി കുത്താളർ ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കട്ടെ. ഞങ്ങളിങ്ങനെ നോക്കട്ടെ. അപ്പോൾ ഇത് ഓറഞ്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇനി പേട്ടെന്ന് വെച്ചാൽ ചെക്കനുണ്ടോ കേട്ടോ. കേട്ടില്ല ഇട്ടിട്ടാ രാഷ്ട്രത്തിൽ ഇട്ട് കഴിഞ്ഞാ ഓട്ട് കഴിഞ്ഞു. പഞ്ചസാര
ഓണാക്കല്ലേ? ഓറഞ്ച് ജ്യൂസ് നോക്കട്ടെ. അരിക്കൊന്നും വേണ്ടല്ലേ, നല്ല ക്ലിയർ ആയിക്കുന്നുണ്ട്. ഒന്നും വേണ്ട കേട്ടോ. ഇതൊക്കെ ഒരു കച്ചറിയില്ല കേട്ടാ. നമ്മളെ പഴയ മിക്സിയിലേക്ക് 100 അരിക്കണേത്. ഞങ്ങളെ പുതിയ മിക്സിയിലടിച്ച ഓറഞ്ച് ജ്യൂസ്. സൂപ്പറാ.